ഹായ് ഓൾ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ മാഷാ അല്ലാ ഞാനിവിടെ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉച്ച മുതൽക്കുള്ള കാര്യങ്ങളാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഉച്ച മുതൽ വൈകുന്നേരം വരെ ചെറിയൊരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലെ കറിവേപ്പ് സംരക്ഷണത്തിനെക്കുറിച്ചും മുരിങ്ങാമരത്തിൻ്റെ സംരക്ഷണത്തിനെക്കുറിച്ചൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ എൻ്റെ കുഞ്ഞു പച്ചക്കറി തോട്ടത്തിൽ നടന്ന ഒരു സംഭവം കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെന്നുണ്ടെങ്കിലും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താനും ലൈക്ക് ചെയ്യാനും ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് വെക്കാനും ഒരിക്കലും മറക്കരുത് കേട്ടോ. ഇന്ന് ഇക്കാക്ക് ജോലിയൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് എൻ്റെ അടുക്കള പണികളൊക്കെ ഒന്ന് കുറച്ച് വൈകിട്ടാണ് കേട്ടോ കഴിഞ്ഞത്. ഭർത്താക്കന്മാരുടെ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചിരുന്നിട്ട് ഒരുപാട് സമയം അങ്ങനെ പോകും. ഇനിയിപ്പോൾ ലോഹർ നിസ്കരിക്കലാണ്. നിസ്കരിക്കുന്ന സമയത്ത് നമ്മൾ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതല്ല കേട്ടോ, നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ലോഹറൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാനിങ്ങനെ പുറത്തോട്ടൊന്ന് ഇറങ്ങിയതാണ്. എൻ്റെ പച്ചക്കറികളും അതിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ മോള് അംഗനവാടിയിൽ നിന്ന് വരുന്നത് വരെ കുറച്ച് സമയം ഫ്രീ ടൈമാണ്. ഇതാണ് കേട്ടോ എൻ്റെ കറിവേപ്പ് മരം. ചെറിയൊരു തൈയായിരുന്നു എനിക്ക് കിട്ടിയ സമയത്ത് ഞങ്ങളെ വീടിൻ്റെ അടുത്തുള്ളൊരു താത്ത തന്നതാണ്. അപ്പോൾ എൻ്റെ കറിവേപ്പ് ഇത്ര നന്നായിട്ട് വളരാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തു എന്നുണ്ടോ പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് തന്നെ കറിവേപ്പിന്റെ തൈ നടുന്ന സമയത്ത് അത്യാവശ്യത്തിന് വലുപ്പത്തിലൊരു കുഴി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള വളങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാൻ ചാണകമായിരുന്നു ആ സമയത്ത് ഇട്ട് കൊടുത്തിരുന്നത്. ചാണകത്തിന്റെ മുകൾ ഭാഗത്തായിട്ട് കുറെ കരിയില ഇട്ട് കൊടുത്തിരുന്നു. എന്നിട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷമാണ് കറിവേപ്പിന്റെ തൈ അതിലേക്ക് നട്ടുപിടിപ്പിച്ചത്. പിന്നെ അത് മണ്ണിട്ട് മൂടുന്ന സമയത്ത് കുഴി ഒന്നായിട്ട് മൂടിയിട്ടുണ്ടായിരുന്നില്ല, കുഴിയുടെ പകുതി ഭാഗം മാത്രം മണ്ണിട്ട് മൂടിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്ക് നനച്ചു കൊടുക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നനച്ചു കൊടുക്കുന്ന വെള്ളമൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ഒഴുകി പോകില്ല, ആ കുഴിയിൽ തന്നെ കിടന്നോളൂ. പിന്നെ നമ്മൾ അടിച്ചു വാരുന്ന ഉണങ്ങിയ കരിയിലകളൊക്കെ ഉണ്ടാവില്ല, അത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ അടുക്കളയിൽ നിന്നുള്ള വേസ്റ്റുകളൊക്കെ ആ കുഴിയിലേക്ക് ഞാനിങ്ങനെ നിറച്ചിട്ട് കൊടുക്കായിരുന്നു. ഉള്ളിത്തോല്, മുട്ടത്തോല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേട്ടോ. ഒരു കറിവേപ്പിന്റെ തൈ നട്ടതിന് ശേഷം ഒരു 3-4 മാസത്തിന് നല്ല പോലെ കെയർ ചെയ്താൽ മതി. പിന്നെ നമ്മൾ വലുതായിട്ട് നോക്കിയില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അതുപോലെ കറിവേപ്പ് നനച്ചു കൊടുക്കുന്ന സമയത്ത് മുരട്ടിൽ മാത്രം നനച്ചാൽ പോരാ, ഇല മുഴുവനായിട്ട് നനയുന്ന രീതിയിൽ തന്നെ നനച്ചു കൊടുക്കണം. ഈ ഇലമ്മലൊക്കെ പ്രാണിന്റെ ശല്യം, പൂപ്പൽ ശല്യമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു പരിധി വരെ തടയാനായിട്ട് പറ്റും. മരത്ത് നമ്മൾ കുളിപ്പിച്ചു കൊടുക്കുക എന്ന് പറയില്ല, അതുപോലെ അതേ രീതിയിൽ നമ്മൾ ഇതിനെ നനച്ചു കൊടുക്കണം. പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ്, മീൻ മുറിച്ചിട്ട് നമ്മൾ വെട്ടി കഴുകുന്ന വെള്ളം ഉണ്ടാവുമല്ലോ, അതുപോലെ ഇറച്ചിയൊക്കെ കഴുകിയെടുക്കുന്ന വെള്ളം ഉണ്ടാവും, ആ ചോര വെള്ളം ഉണ്ടാവുമല്ലോ, അത് ഞാനൊരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്തിട്ട് ഈ കറിവേപ്പിന്റെ ചോട്ടിൽ കൊടുന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. അത് നല്ലൊരു വളമാണ് കേട്ടോ കറിവേപ്പിന്. അതുപോലെ വല്ലപ്പോഴും നമ്മൾ കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ, സാധാരണ കറിവേപ്പ് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ തണ്ടാണ് നമ്മൾ എടുക്കാറല്ലേ. ഞാൻ അങ്ങനെ തന്നെ ആയിരുന്നു ആദ്യമൊക്കെ എടുത്തിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് തണ്ട് എടുത്താൽ കറിവേപ്പ് മുരടിച്ച് പോവുകയുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ കൊമ്പൊടിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ എടുക്കാറ്. ഒന്നെങ്കിൽ കത്രിക വെച്ചോ കത്തി വെച്ചിട്ടോ എടുക്കും. ഇപ്പം ഞാൻ ഒരു കയ്യിൽ ഫോൺ ഉണ്ടായതുകൊണ്ട് ഇനിയിപ്പോൾ കത്രിക ഒന്നും എടുക്കാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് കൈ വെച്ചിട്ട് മുറിക്കും. ഇതേ രീതിയിൽ നല്ലപോലെ മുറിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ മുറിക്കുക. തോലൊന്നും ഉരിഞ്ഞു പോകരുത് കറിവേപ്പിൻ്റെ. ഇങ്ങനെ മുറിച്ചെടുത്താലുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുറിച്ചെടുക്കുന്നതിൻ്റെ താഴത്തായിട്ട് ഒരുപാട് നാമ്പുകൾ ഇങ്ങനെ പൊട്ടി മുളച്ചിട്ട് വരും കേട്ടോ. ഇതിൻ്റെ വേറെ കറിവേപ്പാണ്. ഞാൻ ഈ കറിവേപ്പ് നടുന്ന സമയത്ത് ശരിക്കും വേര് പോലും ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ നല്ല പോലെ നനച്ച് കൊടുത്തതിന് ശേഷമാണ് നല്ല പോലെ ആയി വന്നത്. ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തൈയായി മാറിയിട്ടുണ്ട് ഇത്. പിന്നെ കമ്പ് മുറിച്ചെടുക്കുമ്പോൾ ഒന്നായിട്ട് കമ്പ് മുറിച്ചിട്ട് എടുക്കരുത്. 1-2 കമ്പ് കറിവേപ്പും മരത്തും നിർത്തിയിട്ട് വേണം കേട്ടോ ബാക്കിയുള്ള കമ്പ് മുറിച്ചിട്ട് എടുക്കണേ. ഞാൻ ആവശ്യത്തിന് മാത്രം മുറിച്ചിട്ട് എടുക്കുകയുള്ളൂ. ഒരു കമ്പ് മുറിച്ചെടുത്താൽ എനിക്കത് 2 ആഴ്ചത്തോളം യൂസ് ചെയ്യാനായിട്ടുണ്ടാവും. പിന്നെ പ്രാണിശല്യം എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഞാൻ മരുന്നടിക്കും. നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന മരുന്നാണ് അടിക്കാറ്. ആ മരുന്ന് അടിക്കുന്ന സമയത്ത് നമ്മളൊരു 3-4 ആഴ്ചക്ക് പിന്നെ ഇല എടുക്കാനൊന്നും പോകില്ല കേട്ടോ. ഇതേ രീതി തന്നെയാണ് ഞാൻ മുരിങ്ങ മരത്തിനും ഫോളോ ചെയ്യുന്നത്. പിന്നെ മുരിങ്ങക്ക് നമുക്ക് കായ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അധികം വെട്ടിക്കൊടുക്കാത്തതാണ് നല്ലത്. മുരിങ്ങ നമ്മൾ വെട്ടിക്കൊടുത്താൽ കായ പിടിക്കാനും പൂവിടാനൊക്കെ പ്രയാസമായിരിക്കും. എനിക്ക് പിന്നെ കായനോട് വലിയ താല്പര്യമൊന്നുമില്ല, ഇലനോടാണ് താല്പര്യം. അതുകൊണ്ട് ഞാൻ വെട്ടിയിട്ടാണ് കേട്ടോ മുരിങ്ങൻ്റെ ഇല എടുക്കാറ്. അങ്ങനെ എടുക്കുന്നതുകൊണ്ട് തന്നെ മുരിങ്ങ മരത്തുമ്പിലും കുറേ കമ്പുകളൊക്കെ പൊട്ടിമുളച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കൊമ്പ് മുറിച്ചെടുക്കുന്നതുകൊണ്ട് വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മരങ്ങൾ ഒട്ടും ഉയരത്തിലോട്ട് പോകില്ല. നമുക്ക് വേറൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല. ഇല എടുത്ത് തരാനായിട്ട് വേറൊരാളെ ആശ്രയിക്കേണ്ടി വരില്ല, നമുക്ക് തന്നെ എടുക്കാനായിട്ട് പറ്റും. ഒരുപാട് ഉയരത്തിലേക്ക് മുരിങ്ങ ആയാലും കറിവേപ്പായാലും ഉയർന്നു പോവുകയില്ല. മാത്രമല്ല കൂടുതൽ നാമ്പുകൾ വരും, കൂടുതൽ ഇല വരും, നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഏത് മരമായാലും 2-3-4 മാസം നമ്മൾ 2 നേരം നനക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു നേരം നനച്ചാലും മതി. നനക്കുന്നത് തന്നെ ഞാൻ പറഞ്ഞ പോലെ ചെടിയായാലും
ചെടിയായാലും മരമായാലും കുളിപ്പിക്കുന്ന രീതിയിൽ നനക്കണം കേട്ടോ. അത് ഒരു പരിധിവരെ പ്രാണിശല്യം കുറക്കാനായിട്ട് സഹായിക്കും. പിന്നെ മരട്ടിലുണ്ടാവുന്ന പുല്ലൊക്കെ പറിച്ച് മാറ്റിയതിന് ശേഷം നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് മണ്ണിട്ട് മൂടിയിട്ട് കൊടുക്കാം. നമുക്ക് കിട്ടുന്ന ഏത് വളം ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ വീട്ടിൽ ആടുണ്ടായതുകൊണ്ട് ആട്ടും കാഷ്ടം ഇട്ട് കൊടുക്കാറ്. അതിന്റെ മുന്നൊക്കെ പാടത്തുനിന്ന് ചാണകമൊക്കെ കളക്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ആദ്യമൊക്കെ. അത് 2-3 മാസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മണ്ണൊക്കെ ഇളക്കി മാറ്റിയതിന് ശേഷം വളർത്തിട്ട് നല്ലപോലെ മണ്ണിട്ട് മൂടിയാൽ മതി. കറിവേപ്പ് നല്ലപോലെ കെയർ ചെയ്തുകൊണ്ട് തന്നെ കറിവേപ്പിന്റെ ചുറ്റുഭാഗത്തായിട്ട് ഒരുപാട് തൈകൾ വേരുമെന്ന് പൊട്ടി മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് അതൊക്കെ എടുത്തിട്ട് വേറെ ഭാഗത്തൊക്കെ കുഴിച്ചിടാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എന്റെ കറിവേപ്പ് സംരക്ഷണത്തിനും മുരിങ്ങ സംരക്ഷണത്തിനൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. അത് എനിക്കും കൂടി ഉപകാരപ്പെടുമല്ലോ. പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുള്ള പച്ചക്കറി തോട്ടം. ഇതിങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ഞാനിത് ഒരാഴ്ച എൻ്റെ വീട്ടിൽ പോയി വന്നപ്പോഴുള്ള അവസ്ഥയാണ്. അതിന് മുന്നത്തെ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ചീര ഉണ്ടല്ലോ, അതിനെ വേരൊക്കെ കണ്ടപ്പോൾ അത് ഒരുപാട് ഇവിടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മളിങ്ങനെ ദിവസവും നോക്കുന്നതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരാഴ്ച വീട്ടിൽ പോയി നിന്നപ്പോത്തിന് ഞങ്ങളെ വീട്ടിൽ 2-3 താറാവുകൾ ഉണ്ടായിട്ട് ഞങ്ങൾ മുഴുവനായിട്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ചീരൻ്റെ ഇല മുതൽ എല്ലാം തിന്നിട്ട് എന്താ പറയുക, ഒരു കോലത്തിന് ഞാൻ ശരിക്കും എനിക്ക് വന്നപ്പോൾ സങ്കടമായി പോയി ഇത് കണ്ടിട്ട്. അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ട് എൻ്റെ 3 മത്തൻ്റെ തൈകളും ഉണ്ടായിരുന്നു. നല്ല ഇലയും പൂവൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വന്നപ്പോൾ ഇതാണ് അവസ്ഥ. ഒന്നരി ചപ്പി കുടിച്ച പോലെ എന്തൊക്കെയാ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അറിയില്ല. എന്താ ചത്ത് കിടക്കുന്ന പോലെയാണ് തോന്നുന്നത്. മത്തൻ്റെ വള്ളിയൊക്കെ ഒരു ഇല പോലെ ഇമ്മ കാണുന്നുണ്ടായിരുന്നില്ല. ഇക്കാണെങ്കിൽ താറാവിൻ്റെ കൂടൊക്കെ തുറന്നു കൊടുത്തിട്ട് ജോലിക്ക് പോയാൽ പിന്നെ ഇവരെ എന്താ ചെയ്യുന്നതെന്നൊന്നും അറിയുന്നില്ലല്ലോ. നമ്മൾ വീട്ടിലുണ്ടാകുമ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമല്ലോ ഇവർ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടോയെന്നൊക്കെ. എന്നാൽ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് നന്നായിട്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടുത്തായിട്ട് തന്നെ പയറൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ചീരൻ്റെ വിത്തൊക്കെ പാകിയിട്ട് ഒരുപാട് ചീരത്തൈലൊക്കെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പം എൻ്റെ പച്ചക്കറി തോട്ടം കണ്ടാൽ മരുഭൂമി പോലെ കിടക്കുക. ഞാൻ പോകുന്ന സമയത്ത് നല്ല പച്ചപ്പായിരുന്നു കേട്ടോ അവിടെയൊക്കെ. രാവിലെ കൂടൊക്കെ തുറന്ന് തിന്നാനൊക്കെ ഇട്ട് കൊടുത്തിട്ട് തന്നെയാണ് ഒക്കെ ജോലിക്ക് പോവുക. പിന്നെ വന്ന് കഴിഞ്ഞതിന് ശേഷം തിന്നാട്ട് കൊടുക്കും. ചിലപ്പോൾ ഈ ഉച്ചക്കൊക്കെ തിന്നാൻ കിട്ടാഞ്ഞിട്ടാവും ചെയ്തിട്ടുണ്ടാവുക. ഞാനാവുമ്പോൾ ഈ ഭാഗത്തേക്ക് താറ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആട്ടിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഓടിക്കും. അതുകൊണ്ട് ഇതുവരെയായിട്ടൊന്നും കേടൊന്നും വരുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ കുറച്ച് ചീരൻ്റെ വിത്തൊക്കെ ഉണ്ട് ഇവിടെ മുളച്ച് നിൽക്കുന്നത്. അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ വള്ളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് വേര് വരാനായിട്ട്. ഇനിയിപ്പോൾ താറാവിനെ വേറൊരു സൈഡിലേക്ക് മാറ്റിയതിന് ശേഷം മാത്രമേ ഇനിയിപ്പോൾ അത് നിലത്തോട്ട് കുഴിച്ചിടാനായിട്ട് പറ്റുള്ളൂ. നമുക്കാണെങ്കിൽ താറാവും കോഴിയും പച്ചക്കറിയും ഒക്കെ ഇഷ്ടപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇങ്ങനെ നശിപ്പിച്ചാൽ ഇപ്പം എന്താ ചെയ്യുക? അപ്പോൾ ഞങ്ങളൊരു പണി ചെയ്തിട്ടുണ്ട് കേട്ടോ. വീടിൻ്റെ പിന്നാമ്പുറത്തായിട്ട് 2 ഭാഗത്ത് ഏതായാലും ചുമരുണ്ട്. ഒരു ഭാഗത്ത് മതിലും ഒരു ഭാഗത്ത് നമ്മൾ കുളിമുറിൻ്റെ ചുമരും വരുന്നുണ്ട്. അപ്പോൾ പറമ്പിലൊക്കെ കുറേ വേസ്റ്റായി കിടന്ന കല്ലുണ്ടായിരുന്നു. അതൊക്കെ പെറുക്കി കൂട്ടി കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങളിങ്ങനെ എന്താ പറയുക മതിൽ പോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. സിമെൻ്റ് ഒന്നും ഇട്ടില്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുള്ളൂ കല്ല്. അതിൻ്റെ ഉൾഭാഗത്തായിട്ട് അവരുടെ കൂടും കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് കേട്ടോ ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തൊടിയിൽ ഒരു സാധനം ഉണ്ടാക്കാനായിട്ട് പറ്റൂല. ഇപ്പൊ അവർക്ക് തിന്നാനുള്ളത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുക്കുകയാണ്. പിന്നെ ഞാൻ ഇടയ്ക്ക് മുരിങ്ങൻ്റെ ഇലയും പുല്ലൊക്കെ കൊടുത്തിട്ട് അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ തിന്നാനായിട്ട്. പിന്നെ ആൺതാറാവിന് ഈ മതിലിൻ്റെ ഉയരത്തിലൊക്കെ പറക്കാനായിട്ട് പറ്റും. അത് ഇടയ്ക്ക് പുറത്തേക്ക് ചാടൂട്ടോ. പക്ഷെ പെണ്ണുങ്ങൾക്ക് കഴിയൂല. അതുകൊണ്ട് പിന്നെ ആണ് വല്ലായിട്ട് പുറത്തേക്കൊന്നും ചാടൂല. വേഗം തന്നെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കയറി കൂടുട്ടോ. വേറൊരു മാർഗ്ഗം ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ചെയ്തത്. ഇനിയിപ്പോൾ ഏതായാലും നമുക്ക് പച്ചക്കറികളും ചെടികളൊക്കെ ധൈര്യമായിട്ട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാൻ അടുക്കളൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു പൂന്തോട്ടം എന്നുള്ള രീതിയിൽ മതിലിനോടനുബന്ധിച്ച് തന്നെ, ചെറിയ മതിലാണ്, അതിനോടനുബന്ധിച്ച് തന്നെ കുറച്ച് ചെടികളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. ഒക്കെ നശിപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഉമ്മാക്ക് സുഖമില്ലാണ്ട് ഒരു 4 ദിവസം എൻ്റെ വീട്ടിൽ പോയി. അങ്ങനെ ഞാൻ പോയി നിൽക്കാറൊന്നുമില്ല. 4 ദിവസം നിന്ന് വന്നപ്പോഴുള്ള അവസ്ഥയാണ്. ഇതൊന്നായിട്ട് നശിപ്പിച്ച് വെച്ചിട്ടുണ്ട്. മുട്ട ഇടുന്നതുകൊണ്ട് അറ്റങ്ങളാണെങ്കിൽ ഒഴിവാക്കാനും വയ്യ. താറാവായാലും കോഴിയായാലും പച്ചക്കറി ആയാലൊക്കെ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ പച്ചക്കറി ആകുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടൊക്കെ ചെയ്യുന്ന ഓരോ ജോലിയല്ലേ. കുറേ വളങ്ങളോ അതും ഇതൊക്കെ ഇട്ടെടുത്തിട്ട് പക്ഷെ നശിച്ച് കാണുമ്പോൾ എന്തോ ഒരു വലിയ സങ്കടം. ഇനിയിപ്പോൾ ഇതല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. എന്തെങ്കിലും നമ്മൾ തൊടുവിൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇവറ്റങ്ങൾ ഇതേപോലെ ഒന്ന് കെട്ടിത്തിരിച്ച് മാറ്റിയിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ 3:30 മണിയായിട്ടുണ്ട്. മോളെ അംഗനവാടിയിൽ നിന്നൊക്കെ കൂട്ടിക്കൊണ്ടുവന്ന് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്തു. എനിക്ക് മോളെക്കാട്ടിയും വലുത് ഒരു മോനുണ്ട്. അവൻ ദറസിലാണ്. അവനെ ദറസിൽ ചേർത്തതിൻ്റെ ശേഷം ഞങ്ങളങ്ങനെ പുറത്തോട്ടൊന്നും പോകാറില്ല. അവനില്ലാതെ പോകുന്നത് വലിയ സങ്കടമാണ്. അവനക്കും സങ്കടമാണ്, ഞങ്ങൾക്കും സങ്കടമാണ്. അവന് ലീവിന് വരുമ്പോൾ ഇക്കാക്ക് എന്തെങ്കിലും ജോലി ഉണ്ടാവും. ജോലി ഇല്ലാത്ത സമയത്ത് മാത്രം പോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ വളരെ ചുരുക്കമാണ് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നത്. ഇന്ന് ഏതായാലും അൽഹംദുലില്ലാ അതിനൊരു സമയം ഒത്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ നല്ല സൂര്യാസ്തമയമൊക്കെ കണ്ടപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. കുറച്ച് അതൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്തു. അസറിന്റെ ശേഷം പോയതുകൊണ്ട് തന്നെ കുറച്ച് സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും അൽഹംദുലില്ലാ. പിന്നെ നമ്മൾ മഗ്‌രിബ് ഖളാ ഉണ്ടായിരിച്ചിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചിട്ടുണ്ടായിരുന്നിട്ട്. പിന്നെ ഫുഡൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് കഴിച്ചത്. പിന്നെ പുറത്തേക്ക് ഇട്ടുമ്പോൾ എനിക്ക് ഭയങ്കര മടിയാണ് മൊബൈൽ എടുത്ത് ഇങ്ങനെ റെക്കോർഡ് ചെയ്യാനൊക്കെ. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നൊന്നും
നല്ലതായിട്ട് റെക്കോർഡ് ചെയ്തിട്ടില്ല കേട്ടോ. പിന്നെ പച്ചക്കറി ഉണ്ടാക്കാൻ വേറെ സ്ഥലമൊന്നുമില്ല, മുൻഭാഗത്ത് ഞങ്ങളെ മുറ്റത്താണ് ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കുന്നത്. അപ്പം നനച്ച് കൊടുക്കുമ്പോൾ ഇനിയിപ്പോൾ പുല്ലൊക്കെ മുളച്ച് വരണ്ട വെച്ചിട്ട് ഞങ്ങളൊരു കറുത്ത ഷീറ്റൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് അത് രാത്രി തന്നെ ഞങ്ങൾ രണ്ടാളും കൂടിയൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് വിത്തുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓൺലൈനിൽ കുറച്ച് വിത്തിന് കുറവാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. 150 രൂപക്ക് 100 തരം വിത്തുകളാണ് വാങ്ങിയത്. 50 പച്ചക്കറികളും ഒരു 40 ഫ്ലവറിൻ്റെ വിത്തും പിന്നെന്താ 4 ഫ്രൂട്ട്സിൻ്റെ വിത്തുണ്ട്, ഒരു ഹെർബ്സിൻ്റെ വിത്തൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളെ ഈ എന്താ പറയുക ഔഷധ സസ്യത്തിൻ്റെ. ഇതിപ്പോൾ നല്ലപോലെ മുളച്ച് കിട്ടിയാലാണ് നമുക്ക് മുതലാവുള്ളൂ കേട്ടോ. ചെടിത്തോട്ടമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പിന്നെ പച്ചക്കറി വിത്തുകൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുമ്പോൾ എന്തായാലും ഇത്ര വില കുറവിൽ കിട്ടൂല. ഒരു പാക്കറ്റിന് തന്നെ കൊടുക്കണം 35 രൂപ കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മൾ 150 രൂപക്കാണെങ്കിൽ ഒരു 5 തരം വിത്തൊക്കെയല്ലേ നമുക്ക് കിട്ടുള്ളൂ. ഇതാകുമ്പോൾ 100 തരം വെറൈറ്റി വിത്തുകളൊക്കെ കിട്ടുമല്ലോ. മുളച്ചാലും മുതലാവും, അല്ലെങ്കിൽ ആ 150 രൂപയും നഷ്ടത്തിലാവും. അപ്പോൾ ഈ വിത്തുകളെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊക്കെ ഞാൻ വരുന്ന വീഡിയോയിൽ പറയാം. അത് കുഴിച്ചിട്ടിട്ട് മുളച്ചോ, ഏതൊക്കെ മുളച്ചു എന്നൊക്കെ പറയാം കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഓൺലൈനിൽ നിന്ന് വാങ്ങുന്നത്. വിത്ത് കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല, കാണാനും കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വിത്തൊക്കെ തന്നെയാണ്. പിന്നെ കുറേ വിത്തുകളും നമുക്ക് അറിയാത്തതാണ് കേട്ടോ. ഈ ഹിന്ദി നാടുകളിലൊക്കെ ഉണ്ടാകുന്ന തരം പച്ചക്കറി വിത്താണ് തോന്നുന്നു. കുറേയൊക്കെ നമുക്ക് അറിയാത്തതാണ്. ഇനി ഹിന്ദിയിൽ പേര് എഴുതിയിട്ടാണോ എന്താണ് എനിക്കറിയില്ല. വിത്ത് കണ്ടാൽ നമുക്കൊരു ഇതൊക്കെ ചിലതൊക്കെ എനിക്ക് മനസ്സിലാവും. പിന്നെ നമുക്ക് അറിയാത്ത തരത്തിലുള്ള പല പച്ചക്കറികളൊക്കെയുള്ള അവർ യൂസ് ചെയ്യുന്നത്, അതിൻ്റെയൊക്കെ വിത്തുകളായിരിക്കും എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് സമയം ഞങ്ങളിങ്ങനെ സീറ്റ് ഔട്ടിലൊക്കെ വന്നിരിക്കും കേട്ടോ. എല്ലാവരും കൂടിയൊക്കെ ഉണ്ടാവുമ്പോൾ വെറുതെ ഇങ്ങനെ സംസാരിച്ചിട്ടിരിക്കും. ഉമ്മയും ഉപ്പയും മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച് സമയമൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കുന്നതൊക്കെ നമ്മളൊരു ഫാമിലി ബോണ്ടിങ്ങിന് നല്ലൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാനൊരു തുടക്കക്കാരത്തിയാണ് കേട്ടോ. വ്ളോഗ് ചെയ്യുന്നതിൽ ഒരുപാട് കുറ്റങ്ങളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻ്റ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ഉപകാരപ്പെട്ടുണ്ടാവും, ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ നല്ല അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഇനി നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.